നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ആഴ്ചയും ചെയ്യുന്നത് പോലെ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മന്ത്ലി വീക്കിലി വ്യൂവിൽ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് പഠിക്കാൻ പോവുകയാണ്. ഒപ്പം നല്ല സപ്പോർട്ട്, നല്ല റെസിസ്റ്റൻസ് റീജിയൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും മുമ്പോട്ട് പോകുമ്പോഴത്തേനും മാർക്കറ്റിലെ ന്യൂസസും കൂടെ ഒന്ന് ക്ലബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിലാണ് മുമ്പോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്. ഇപ്പം മന്ത്ലി വ്യൂ ആണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ നിഫ്റ്റിയുടെ മന്ത്ലി വ്യൂവിൽ ഈ ഒരു ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ഒക്ടോബർ മാസത്തെ ക്യാൻഡിലാണ്. അപ്പോൾ ഒക്ടോബർ മാസത്തെ ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേനും ഇതുവരെ ഒക്ടോബർ പകുതി വരെ ആയിട്ടുള്ളൂ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ ബുള്ളിഷ്നെസ്സോ അല്ലെങ്കിൽ വലിയൊരു ബിയറിഷ്നെസ്സോ ഈ ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മുകളിലേക്കും താഴോട്ടും ഉള്ള വിക്ക് ഏകദേശം സെയിം ആയിട്ട് കാണാൻ സാധിക്കുന്നു, ഒരു ചെറിയ ബോഡിയോടുകൂടി. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ കണ്ടീഷനിൽ ഒരു ന്യൂട്രൽ കണ്ടീഷനാണ് മന്ത്ലി വ്യൂവിൽ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ചെറിയൊരു കൺഫ്യൂഷനിലാണ്. അതായത് ഈ മുകളിലേക്ക് ഇത്രയും വലിയൊരു അപ്സൈഡ് മൊമെൻ്റ് ഉണ്ടായി, ഒരു കറക്ഷൻ ഉണ്ടായി, ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്ത് ഒരു അപ്സൈഡിലേക്ക് പോകണമോ അതെയോ ഈ പ്രീവിയസ് മന്തായ സെപ്റ്റംബർ മന്തിലെ വലിയൊരു ബിയറിഷ്നെസ്സിന് കണ്ടിന്യൂവേഷനായിട്ട് താഴോട്ട് പോരണമോ എന്നൊരു കൺഫ്യൂഷനിലായിട്ട് നിന്ന് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് പലപ്പോഴും ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു റീജിയനിൽ കുറച്ച് സമയങ്ങളായിട്ട് ഇങ്ങനെ ട്രേഡിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ലോങ് ടൈമിലേക്ക് എപ്പോഴും ഒരു വ്യൂ കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് ലെവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 18,100 16,800. അപ്പം 16,800 താഴോട്ട് ഒരു മന്ത്ലിയിലൊക്കെ ഒരു ക്ലോസിങ് തരികയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് താഴെ ഒരു ക്ലോസിംഗ് തരികയാണെങ്കിൽ പിന്നെ നമ്മൾ ഡൗൺ സൈഡ് എക്സ്പെക്റ്റ് ചെയ്യണം. അതല്ല തിരിച്ച് ഈ ഒരു റീജിയനിൽ മുകളിൽ ക്ലോസിംഗ് വരുവാണ്, 18,100 മുകളിലൊക്കെ മന്ത്ലിയിൽ ക്ലോസിംഗ് വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും അപ്പ് സൈഡിലേക്കാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിലുണ്ടാകുന്ന കറക്ഷൻസിൽ ഏറ്റവും കുറച്ച് സമയം മാത്രം ഉപയോഗിച്ച് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുള്ള വീഡിയോസും ട്യൂട്ടോറിയൽ വീഡിയോ എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ എൻട്രി എടുക്കാം എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരെണ്ണം ചെയ്തിരുന്നു. അതൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള പ്ലേലിസ്റ്റിൽ ലഭിക്കുന്നതായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വീഡിയോസ്. അപ്പം മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് കറക്ഷനിൽ ചെറിയ SIP സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കുറേശ്ശെ എമൗണ്ട് എൻട്രി ചെയ്ത് ആവറേജ് ചെയ്ത് നല്ല സ്റ്റോക്കുകൾ നല്ല വാലുവേഷനിൽ വാങ്ങി വെക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കുക ബിഗിനേഴ്സ് ആണെങ്കിൽ. ഇനി നമ്മൾ വീക്കിലി വ്യൂവിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഈ ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് മുമ്പത്തെ പ്രീവിയസ് വീക്കിലെ ആ റേഞ്ചിന് അകത്ത് തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ്, ചിലപ്പോൾ ഗ്യാപ്പ് ഡൗൺ, ചിലപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യും ഡെയിലിയിൽ, അല്ലെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യും. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു കൺസോൾട്ടേഷനൊക്കെയാണ് നമുക്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ വീക്കിൽ കാണാൻ സാധിക്കുന്നത്. കൃത്യമായിട്ടൊരു ഡയറക്ഷനൊന്നും നമുക്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ വീക്കിലും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പം ഈ ഒരു രണ്ട് ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ലെവൽ അപ്പ് സൈഡിലേക്ക് 17,450 ആണ്. അപ്പോൾ 17,450 മുകളിൽ നല്ലൊരു ഡെയിലി ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു 18,100 റീജിയൻ വരെയുള്ള ഒരു അപ്സൈഡ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഒരു ഡെയിലിയിൽ നല്ല ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല ബോഡിയോടുകൂടി, അല്ലെങ്കിൽ നമുക്കൊരു വീക്കിലിയിൽ ഒരു ബ്രേക്ക് ഔട്ട് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു റീജിയൻ്റെ ബ്രേക്ക് ഔട്ട്. അപ്പം ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു റീജിയൻ വരെ പോകും. ഇതിനിടയ്ക്കും ഇവിടെ ഒരു 17,600-650 റീജിയനിൽ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അത് ഒരുപക്ഷെ ചിലപ്പോൾ ആക്റ്റീവ് ചെയ്തേക്കാം. പക്ഷേ നല്ലൊരു സ്ട്രെങ്തോട് കൂടിയാണ് മുകളിലേക്ക് പോകുന്നതെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം ഇനി രണ്ടാമത്തത് നമ്മുടെ റീജിയൻ ഈ ഒരു റീജിയനാണ്. നമുക്ക് ഈ ഒരു താഴത്തെ 3 വീക്കിലെ ക്യാൻഡിലിൻ്റെ വിക്കുകളൊന്ന് ചേർത്ത് വരച്ച് കഴിഞ്ഞപ്പം നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടുന്നുണ്ട്. ആ ഒരു ലൈൻ ഈ ഒരു താഴത്തെ ട്രെൻഡിൻ്റെ ബോട്ടമായിട്ടൊന്ന് ടച്ച് ചെയ്ത് നമുക്ക് ആ ലൈൻ വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ ഈ ഒരു ട്രെൻഡ് ലൈൻ ആക്ട് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ താഴെ ഡെയിലിയിലാണെങ്കിലും ഒരു ക്യാൻഡിൽ ക്ലോസിങ് തരികയാണെങ്കിൽ, ഈ ഒരു റീജിയനൊക്കെ ക്ലോസിങ് തരികയാണ്, ഇതിൻ്റെ താഴെ ഒരു ക്ലോസിങ് തരികയാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് ലെവലായ 16,800 റീജിയനിലേക്ക് എത്താം. അപ്പോൾ 16,800 താഴെ ഒരു വീക്കിലിയിലൊക്കെ ക്ലോസിങ് തരികയാണെങ്കിൽ, അപ്പോൾ ഇങ്ങനെ ഒരു ഡെയിലിയിലാണെങ്കിലും ഈ ഒരു ട്രെൻഡ് ലൈന് താഴെ ക്ലോസിങ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീജിയൻ വരെ എത്താം. അപ്പം ഈ ഒരു റീജിയനിൽ എത്തിക്കഴിഞ്ഞാൽ 16,800 താഴെ
നല്ലൊരു ഡെയിലിയിലൊരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരു വീക്ക്ലിയിലൊരു ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് 16,400-450 റീജിയനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പം ഇത് എൻ്റെ അനാലിസിസാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാം കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ 2 സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ 2 സ്റ്റോക്ക് ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അപ്പം ഒരു സ്റ്റോക്ക് ബ്രോക്കറിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ സാധിക്കും. മാർക്കറ്റ് കറക്ഷൻ ഉണ്ടാകുമ്പോൾ നല്ല വാലുവേഷനുള്ള സ്റ്റോക്കുകൾ എൻട്രീസ് എടുത്തെടുത്ത് പോവുക. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് ബ്രോക്കറിൽ ചെറിയ ഷോർട്ട് ടൈം ട്രേഡ്സൊക്കെ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ഷോർട്ട് ടൈം എൻട്രീസ് എടുക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പം ഇൻട്രാഡേയിലിട്ട് വരാൻ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ക്ലിയറായിട്ട് പ്രാക്ടിക്കലി പേപ്പർ വർക്കൊക്കെ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം വരിക. അല്ലെങ്കിൽ ഇൻട്രാഡേയിൽ നല്ല വലിയ ലോസസൊക്കെ ബിഗിനേഴ്സിനും ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ്